കുറെ കാലം മുൻപ് എന്റെ പേരുള്ള ഏറ്റവും വലിയ അലിഗേഷൻ ആയിരുന്നു ഞാൻ ഭർത്താവിനെ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നുള്ളത്. എനിക്ക് എന്തോ കള്ളത്തരമുണ്ട്, അല്ലെ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഭർത്താവിനെ കാണിക്കാത്തത് എന്നായിരുന്നു പ്രശ്നം. ആ ബന്ധം അവസാനിച്ചു. ഇപ്പൊ വീഡിയോയിൽ എന്റെ ഭർത്താവിനെ കാണിക്കുമ്പോൾ അയ്യേ ഇതെന്താ ഒരുത്തരെ കാണിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ദീപ്തി സീതത്തോട് തന്റെ മുൻ ഭർത്താവിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്നതിനെ കുറിച്ചും ഇത്രയും നാളും പറയാതിരുന്ന തന്റെ മാരക രോഗത്തെ കുറിച്ചുമെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ഈ ദീപ്തി സീതത്തോടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആദ്യ ഭർത്താവിൽ നിന്നും കൊടിയ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വന്നു. ആദിവാസികൾക്കിടയിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി ആളുകളുടെയൊക്കെ സ്നേഹം പിടിച്ചുപറ്റിയ ഒരാളാണ് ദീപ്തി ടീച്ചർ. ഈ അടുത്തായിരുന്നു പുള്ളിക്കാരിയുടെ രണ്ടാം വിവാഹമൊക്കെ കഴിഞ്ഞത്. എന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുള്ളിക്കാരി ഹോസ്പിറ്റലിലായിരുന്നു. പഴയ വീഡിയോസ് ഒക്കെ ആയിരുന്നു തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ കാരണമെന്ന് ചോദിച്ച സമയത്ത് അത് പിന്നീട് പറയാനൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇങ്ങനെ നീട്ടി കൊണ്ടുപോകായിരുന്നു. എന്തായാലും അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു മറുപടിയുമായി പുള്ളിക്കാരി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും പുള്ളിയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആദ്യ ഭർത്താവിൽ നിന്നും നേരിട്ട പ്രശ്നങ്ങളുമായിട്ട് പുള്ളിക്കാരിക്ക് ഇപ്പൊ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം ആദ്യ ഭർത്താവിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. നമുക്ക് എന്തായാലും അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ എന്തായാലും ഈ ദീപ്തി എന്ന് പറയുന്ന പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂവിന് ജോലിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തായിരുന്നു വിജയ് എന്ന് പറയുന്ന ആദ്യ ഭർത്താവിനെ കണ്ടുമുട്ടുന്നത്. എന്തായാലും ഇന്റർവ്യൂവിന് വെച്ചുള്ള ആ ഒരു പരിചയത്തിനൊടുവിൽ ദീപ്തിയും വിജയും തമ്മിൽ റിലേഷൻഷിപ്പിലാവുന്നു. അങ്ങനെ കല്യാണത്തിൽ ചെന്ന് കലാശിക്കുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഈ വിജയുടെ തനി നിറം പുറത്തു വരാൻ തുടങ്ങി. പുള്ളിക്കാരൻ ഭയങ്കര സംഭവമായിരുന്നു. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല. അങ്ങനെയാണ് ഇവര് സഹി കേട്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ഇത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചു അത് ദീപ്തി തന്നെ പറയും. അതൊന്ന് കേട്ടോക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്രതീക്ഷിതമായി പുള്ളി എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാല് എങ്ങനെ പറഞ്ഞാൽ ഞാൻ ആദ്യം എന്ത് ഷോക്കായി പോയി. കാരണം വീട്ടിൽ നിന്ന് നമ്മളിങ്ങനെ തല്ലേണ്ട അവസ്ഥയോ കാര്യമൊന്നും വന്നില്ല, ഒരു കാരണമില്ലാണ്ട് ഉപദ്രവിച്ചു. അപ്പൊ ഒരു സ്റ്റാർട്ടിങ് പുള്ളിക്ക് കിട്ടിയല്ലോ. പിന്നെ എല്ലാ കാര്യത്തിലും ഉപദ്രവമായി. എനിക്ക് ഇട്ടെറിഞ്ഞു പോകാൻ പറ്റും. ഒരുപാട് പുള്ളിക്കാരി അനുഭവിച്ചു. ഈ പുള്ളിക്കാരി ഇത് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും ഓർക്കും ദീപ്തി ടീച്ചറിനോട് ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് തോന്നും. ഇത്രയും സഹിച്ചു നിൽക്കേണ്ട കാര്യങ്ങളുണ്ടോ, എല്ലാം ഇട്ടെറിഞ്ഞു പോയിക്കൂടെ? അവിടെയാണ് ഈ നാസിസ്റ്റുകളുടെ ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ നാസിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പുള്ളിക്കാരെ ഭാര്യമാരെ ഉപദ്രവിച്ച് ഭാര്യയെ എല്ലാം സഹിക്കിട്ട് എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്നെന്ന് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്നേഹം അഭിനയിക്കുക. അഭിനയം എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ലെവലിലുള്ള സ്നേഹമായിരിക്കും. ആ സ്നേഹത്തിൽ വീണു പോകാത്തവര് വളരെ ചുരുക്കമായിരിക്കും. അഭിനയിച്ച് ലാസ്റ്റ് ഇവരെ വീണ്ടും തിരികെ കൊണ്ടുവരും. അങ്ങനെ ഇവര് തിരിച്ചു വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഉപദ്രവം തുടങ്ങും. അങ്ങനെ വീണ്ടും ഇട്ടെറിഞ്ഞു പോകുന്നു എന്ന് കാണുമ്പോൾ വീണ്ടും സ്നേഹം അഭിനയിക്കും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവരുടെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പൊ ദീപ്തിയുടെ ഒരു കേസ് പറയുവാണെങ്കിൽ ദീപ്തി അത് നിർത്താൻ തുടങ്ങുമ്പോൾ വീണ്ടും സ്നേഹം അഭിനയിക്കും, പിന്നെയും ഇവർ ഒരുമിക്കും, വീണ്ടും അടിയുടിയും തുടങ്ങും, വീണ്ടും സ്നേഹം അഭിനയിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതെന്താണെന്ന് ദീപ്തി ടീച്ചർ തന്നെ പറയും. നമുക്കൊന്ന് കണ്ടുനോക്കാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്ത് പറ്റിയെന്ന് പറഞ്ഞാല് ഞാന് എന്തോ ഫുഡിന്റെ ഇറിറ്റേഷൻ വന്നിട്ട് ഞാൻ ഛർദ്ദിച്ചിട്ട് നേരെ തറയിലങ്ങ് തല കറങ്ങി വീഴുമ്പോൾ ഞാനും അയാൾ മാത്രമേ ഉള്ളൂ. അയാൾ എന്ത് ചെയ്ത് തല കറങ്ങി വീഴുക എന്നെ ഒരുപാട് അങ്ങ് തൊഴിച്ചു. കാലുവെച്ച് തൊഴിച്ച് ചവിട്ടി എനിക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോ അങ്ങനെ തല ഇറങ്ങി വീണു, ഛർദിച്ചു. എന്നെ നല്ല പോലെ ഒരു ദിവസം ചവിട്ടി അങ്ങ് ശരിയാക്കി. ചവിട്ടി കിട്ടിക്കങ്ങ് ചേർത്ത് വയറ്റിലും മേത്തും ഒക്കെ കുറെ അങ്ങ് ചവിട്ടി. എന്നിട്ട് അപ്പൊ എനിക്ക് മേല് മൊത്തം ചതവും വേദനയൊക്കെ ആയി. അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഞാന് പിന്നെ വർക്ക് ചെയ്യണമല്ലോ, സ്കൂളിൽ പോകണമല്ലോ, ലീവ് എടുത്തിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ആളെന്ത് ചെയ്തു, എനിക്ക് പെയിൻ കില്ലർ തന്നു. വേദന മാറാൻ വേണ്ടി മാപ്പൊക്കെ പറഞ്ഞു പെയിൻ കില്ലർ തന്നു. പിന്നീട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇതൊരു സ്ഥിര സംഭവമായി. ഉപദ്രവിക്കും, മാപ്പ് പറയും, പെയിൻ കില്ലർ തരും, ഞാനിത് കഴിക്കും. പിന്നീട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാല് ഇതൊരു അഡിക്ഷൻ ആണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അതായത് എന്നും ശരീരവേദന, എന്നും ഈ പെയിൻ കില്ലർ തന്നെ, ഇത് തന്നെ സംഭവം. അങ്ങനെ ഇത് ഒരു 1-2 ദിവസമല്ല, വർഷങ്ങളോളമായിട്ട് ഇതിങ്ങനെ തുടരുകയാണ്. പിന്നെ നമുക്ക് ഒരു പെയിൻ കില്ലർ കഴിച്ചാൽ പറ്റാണ്ടായി, 2 പറ്റാണ്ടായി. അത് വല്ലാത്തൊരവസ്ഥയല്ലേ. ഭർത്താവിൽ നിന്നും നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ അതിന്റെ വേദന മാറാൻ വേണ്ടിയിട്ട് നിരന്തരമായി പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു എക്സ്ട്രീം അവസ്ഥയാണ്. ഈ വിജയെ സംബന്ധിച്ചിടത്തോളം ആളൊരു മദ്യപാനിയാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഭാര്യമാരോട് ഈ ഒരു രീതിയിലൊക്കെ പെരുമാറാൻ പറ്റത്തുള്ളൂ. അതാണ് പറഞ്ഞത്, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മദ്യപാനിയെ കെട്ടരുത്.
കെട്ടിക്കഴിയുവാണെങ്കിൽ പിന്നെ ആ ഒരു ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്തതാണ് നല്ലത്. ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. മദ്യപാനികളായ ഭർത്താക്കന്മാര് ഇങ്ങനെ കൂടെ ജീവിക്കുന്ന ആ ഒരു മിക്ക പെൺകുട്ടികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. ദീപ്തിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പുതുമയായിട്ടുള്ളതൊന്നുമില്ല. അങ്ങനെ ഈ ദീപ്തി ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇയാളുടെ കൂടെ സഹിച്ചു പോകുന്ന സമയത്താണ് വീണ്ടും ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നത്. അതിനെ കുറിച്ചും ദീപ്തി ടീച്ചർ പറയുന്നുണ്ട്, അതും കൂടെ കേൾക്കാം. പക്ഷെ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ആളുടെ ഫോണ് എനിക്ക് എന്തോ പുള്ളി ഫോണിൽ ഓരോ ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ട് മെയിലിൽ നിന്നൊക്കെ ഓരോന്ന് കണ്ടിട്ട് ഫോൺ അവിടെ വെച്ചു. ആളുടെ ഫോണിന് എന്റെ കയ്യിൽ, എനിക്ക് ലോക്കറിയാം. ഞാൻ നോക്കുമ്പോൾ ആള് ഒരു സ്ത്രീ 2 കുട്ടികൾ, അതായത് ഒരു ഫാമിലി ഫോട്ടോ ഞാൻ കണ്ട് ശരിക്കും ഞാൻ ഷോക്കായി പോയി. കാരണം അത്യാവശ്യം വലിയ കുട്ടികളാണ്, നല്ലൊരു ഫാമിലി ഫോട്ടോ തന്നെയാണ് പുള്ളിക്ക്. അപ്പം നമ്മള് ഡി സെന്ററിൽ നിന്നൊക്കെ വന്ന സമയമാണ്, 2ാമത്തെ ട്രിപ്പ് വന്ന സമയമാണ്. ആ സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഞാൻ എന്നിട്ട് പുള്ളിക്ക് ബോധം വന്ന് ഡി സെന്ററിൽ നിന്ന് വന്നത് പുള്ളി നോർമൽ ആയിട്ടില്ല കേട്ടോ. പുള്ളി വീണ്ടും ഇത് തന്നെ പരിപാടി നോക്കിയപ്പോഴത്തേക്ക് അത് പുള്ളി എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആൾക്ക് മണമൊന്നും വരത്തില്ല, കള്ളിന്റെ മണമാട്ടെ ഇങ്ങനത്തെ സംഭവം ഒന്നുമില്ല. പക്ഷെ ആള് നോർമലല്ല. ഞാനിത് കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ഇരുന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് പുള്ളി കുറെ വർഷങ്ങൾക്ക് മുന്നേ കല്യാണം കഴിച്ചതായിരുന്നെന്നും ഞാനും പുള്ളിയും പരിചയപ്പെടുന്ന സമയത്തിന് കുറച്ച് നാൾ മുന്നേ ഉള്ള ഫോട്ടോയാണ്. അതായത് 2 ആമക്കള്, അത് ഭാര്യ. അതായത് പുള്ളി ഓൾറെഡി മാരീഡ് ആയിരുന്നു. ഇവർക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. ആദ്യം ഒരു പെൺകുട്ടിയായിരുന്നു, അതിന് എന്തോ മെന്റലി കുറച്ച് പ്രശ്നങ്ങളുള്ള, മെന്റലി റിട്ടാർഡഡ് ആയിരുന്നു, അതിന് എന്തോ അസുഖം ഉണ്ടായിരുന്ന കുഞ്ഞാണ്. അവര് മധ്യപ്രദേശിലോ മറ്റായിരുന്നു ആ സമയത്ത്. അവിടെ വെച്ച് മരിച്ചു. അവിടെ വെച്ച് തന്നെയാണ് ആ കുഞ്ഞിനെ അടക്കിയത്. അത് കഴിഞ്ഞുള്ള 2 ആൺകുട്ടികളാണിത്. ഇവര് ലീഗലി ഡിവോഴ്സ് ആണ്. ഇത് പറയുമ്പോൾ ഉള്ള ടീച്ചറുടെ അവസ്ഥയാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനത്തെ സീനൊക്കെ കണ്ടിട്ടുള്ളതെന്നല്ലാതെ ഈ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒക്കെ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ റെയർ. താൻ കല്യാണം കഴിച്ച ഭർത്താവിന് കുറെ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഭാര്യയും കൊച്ചുകൊണ്ടെന്നൊക്കെ അറിയുന്നെന്ന് പറയുന്ന ഒരു അവസ്ഥ അതൊരിക്കലും ഒരു പെണ്ണിന് താങ്ങാനാവില്ല. അപ്പൊ നമ്മുടെ ഈ വിജയുടെ ആദ്യ ഭാര്യ എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ പുള്ളിക്കാരൻ അവിടെ ജോലി ആവശ്യത്തിന് വല്ലതും പോയപ്പോ പരിചയപ്പെട്ടതാവും. ചിലപ്പോൾ രഹസ്യമായി കല്യാണം കഴിച്ച് എല്ലാവരോടും മറച്ചു വെച്ചതാവാം. അതാവാനാണ് സാധ്യത. ശരിക്കും പറഞ്ഞാൽ ഇത് എന്തൊക്കെ തരം ആൾക്കാരാണല്ലോ. എന്തായാലും ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ഈ ദീപ്തിയുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഈ വിജയുടെ അമ്മ ഇതെല്ലാം ദീപ്തിയോട് മറച്ചു വെച്ചു എന്നുള്ളതാണ്. ഈ ആദ്യ ഭാര്യ ഉള്ള കാര്യമൊക്കെ വിജയുടെ അമ്മയ്ക്ക് എല്ലാം അറിയായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ദീപ്തിയോട് അത് പറഞ്ഞിട്ടില്ലായിരുന്നു. അതായിരുന്നു ദീപ്തിയുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരൊരു അമ്മയല്ലേ. അപ്പൊ ചിലപ്പം ദീപ്തി ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ മകനെ ഇട്ടിട്ട് പോകുമെന്ന് വിചാരിച്ചായിരിക്കും അവരിതൊന്നും പറയാഞ്ഞത്. അതുകൊണ്ടാവണം ഇതെല്ലാം ദീപ്തിയോട് മറച്ചു വെച്ചത്. എന്തായാലും ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ പുള്ളിക്കാരനെ ദീപ്തി കൂടെ താമസിപ്പിക്കാൻ തയ്യാറായല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അങ്ങനെ ഇവര് വീണ്ടും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയതോടെ വീണ്ടും ഉപദ്രവം തുടങ്ങി. അങ്ങനെയാണ് ദീപ്തി ആ വീട് വിട്ടിറങ്ങാനും ആ ഒരു ബന്ധം വേർപെടുത്താനും തീരുമാനിച്ചത്. എന്തോ ഒരു ഭാഗ്യത്തിന് ഇവരുടെ മാരേജ് ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. അതിന് കാരണമായിട്ട് ദീപ്തി പറയുന്നത് കല്യാണം കഴിഞ്ഞ് തുടക്കത്തിലെ തന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും ബഹളവും ആയിരുന്നു. അങ്ങനെ ദീപ്തി എടുത്ത ഒരു തീരുമാനമാണ് ഈ മാരേജ് ലീഗലി രജിസ്റ്റർ ചെയ്യേണ്ടെന്നുള്ളത്. കാരണം എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ ഒരു വിവാഹം വേർപെടുത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നൂലാമാലയാകുമല്ലോ എന്ന്. ശരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഇപ്പോൾ ഒരു ഗുണമായി മാറിയെന്നുള്ളതാണ്. എന്തായാലും ലീഗലി ഇവര് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് എന്തായാലും ഡിവോഴ്സ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്നാലും 2023 ഇവർ വേർപിരിഞ്ഞതിന് ശേഷമാണ് ദീപ്തിയെ മറ്റൊരു പ്രശ്നം ദീപ്തിയെ അലട്ടാൻ തുടങ്ങിയത്. അതായത് ഇയാൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ദീപ്തിയെ നല്ല രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നല്ലോ. അതിന്റെ വേദനകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ദീപ്തി ഒരുപാട് പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇയാൾ ജീവിതത്തിൽ നിന്ന് പോയതിനു ശേഷം ഉപദ്രവത്തിന്റെ അനന്തര ഫലം എന്നോണം ശരീരത്തിൽ ഇടയ്ക്കിടെ വേദനകൾ വരാൻ തുടങ്ങി. പെയിൻ കില്ലേഴ്സ് ഇല്ലാതെ വേദനകളൊന്നും മാറില്ല എന്ന അവസ്ഥ വന്നു. അങ്ങനെ ഈ പെയിൻ കില്ലേഴ്സ് ഇല്ലാതെ പുള്ളിക്കാരിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു. പെയിൻ കില്ലേഴ്സിന്റെ അഡിക്റ്റഡ് ആയിട്ട് മാറി ദീപ്തി. അങ്ങനെ അത് മാറാൻ വേണ്ടിയിട്ട് പല ഹോസ്പിറ്റലുകളിലും അവർ കാണിച്ചു. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് ഈ അടുത്ത് ഇവരൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. കുറച്ചു കാലം അവിടെ ട്രീറ്റ്മെന്റ് എടുത്തു. അതിനെക്കുറിച്ചും ദീപ്തി ടീച്ചർ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടോക്കാം. 2 തവണ ഒരാശുപത്രി പോയി, പറ്റിയില്ല, എന്നെ കൊണ്ട് നിർത്താൻ പറ്റിയില്ലായിരുന്നു. ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ കുറെ ദിവസം ഒരാശുപത്രിയിൽ സത്യം പറഞ്ഞ ജയിലിൽ കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇത് നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ സിസ്റ്റർമാരുടെ ഒരു ആശുപത്രിയിൽ പോയി സത്യം ഒരു ജയിൽ പോലെയുള്ളവരിടത്ത് അടച്ചിട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളവരിടത്ത് നിന്ന് അവിടെ നിന്നാണ് ഇപ്പോ എന്റെ ഈ ഒരു പെയിൻ കില്ലർ കഴിക്കുക എന്നുള്ള ആ ഒരു, അതായത് ശരീരത്തെ വേദന മാറി, വേദന എന്റെ ശരീരത്തിൽ ഇല്ല എന്നുള്ളത് എന്റെ തലച്ചോറിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണോ അതോ എന്റെ ശരീരത്തിൽ നിന്ന് വേദന എടുത്ത് മാറ്റിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല.
കുറെ ദിവസം ഞാൻ ആശുപത്രിയിൽ കിടന്നു. അതും ആശുപത്രിയല്ല, ശരിക്കും പറഞ്ഞ ഒരു ജയില് തന്നെയാണ്. എനിക്കത് പറയുന്നതിൽ യാതൊരു നടക്ക്. അങ്ങനെ ഈ ഒരു അസുഖത്തിനെ കുറിച്ചാണ് പുള്ളിക്കാരി പിന്നെ പറയാന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. അതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സസ്പെൻസ് ഇട്ടിട്ട് ദീപ്തി ടീച്ചർ ഈ ഫാമിലി വ്ലോഗേഴ്സിന്റെ ആ ഒരു ഇത് കാണിക്കല്ലേന്ന്. അസുഖം എന്താണെന്ന് തുറന്നു പറയണമെന്നും പറഞ്ഞു. പക്ഷെ അത് ഇത്രയും മാരകമായിട്ടുള്ള അസുഖമായിരുന്നു എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ആദ്യ ഭർത്താവുമായിട്ട് അതില് നേരിടേണ്ട പീഡനത്തെ കുറിച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ അസുഖമായിരിക്കാനാണ് സാധ്യതയെന്ന്. ഏകദേശം ആ രീതിയിൽ തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും ടീച്ചർ പറയുന്നത് എല്ലാം ഇപ്പൊ പൂർണ്ണമായിട്ട് മാറി എന്നുള്ളതാണ്. എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് മാറി പഴയ അവസ്ഥയിൽ തന്നെ ടീച്ചർ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.